ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. നമുക്കറിയാം, ഇപ്പം നമ്മൾ ചെയ്യുന്ന ക്ലാസ്സുകൾ മുതൽ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾ വരെ എല്ലാ രീതിയിലും എല്ലാ തലങ്ങളിലും നമ്മൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ രീതികൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ നെറ്റ്വർക്കിംഗ് പോസിബിൾ ആവുന്നത് എന്നതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. Computers are widely used in sending and receiving information. People and organizations need to exchange data and information electronically with one another. ഇത്രയും ഫാസ്റ്റ് ആയിട്ടും അത് ഇത്രയും ആക്യുറേറ്റ് ആയിട്ടും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ഡിവൈസസിലൂടെ തന്നെയാണ്. Rapid advancement of technology in the field of communication led to the creation of communication network. All forms of telecommunications now heavily depend on computers and computerized devices for sending and receiving information. The technology that brings all these together and make it possible is networking. Computer network is a group of two or more computers that connect with each other to share a resource. Sharing a device and resource is the purpose of computer network. We can share printers, fax machine, scanner, network connection, local drive copier and other resources. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്കിലൂടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിന് നമുക്ക് പലതരത്തിലുള്ള മെഷേഴ്സ് യൂസ് ചെയ്യാം. പ്രിന്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ രീതിയിൽ ഹാർഡ് കോപ്പി ആയിട്ട് കൊടുക്കാം. ഫാക്സ് മെഷീൻ യൂസ് ചെയ്യാം, സ്കാനർ യൂസ് ചെയ്യാം, നെറ്റ്വർക്ക് കണക്ഷൻസ് യൂസ് ചെയ്യാം, ലോക്കൽ ഡ്രൈവ് കോപ്പിയേഴ്സ്, അതുപോലെ ഒരുപാട് റിസോഴ്സസ് നമുക്ക് യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ നെറ്റ്വർക്ക് കമ്പോണൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കാം. A communication network is an arrangement where a sender transmits a message to the receiver over a channel consisting some basic component. ഈ ബേസിക് കമ്പോണന്റിന്റെ ആദ്യമായിട്ട് ഫസ്റ്റ് കമ്പോണന്റ് നമ്മൾ പഠിക്കുന്നത് NIC ആണ്, അതായത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറിനെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, വെറുതെ ഒരു കമ്പ്യൂട്ടർ എന്നതിൽ അവിടെ പ്രോസസ്സിംഗ് നടക്കാന്നല്ലാതെ നമുക്ക് അതിൽ ഫർദർ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെങ്കിൽ കമ്പ്യൂട്ടറിന് ഇന്റർനെറ്റ് കണക്ഷൻ വേണം. ഈ ഇന്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അഡാപ്റ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അതിന് നമ്മൾ രണ്ട് മെത്തേഡ് യൂസ് ചെയ്യും, വയേർഡ് മെത്തേഡും വയർലെസ് മെത്തേഡും യൂസ് ചെയ്യും. ഈ NICസിന്റെ രണ്ട് RJ, അതായത് മെയിൽ RJ45, ഫീമെയിൽ RJ45 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് അഡാപ്റ്റേഴ്സ് രണ്ട് തരത്തിൽ നമ്മൾ യൂസ് ചെയ്യും. അത് വയർ മോഡിലും അതല്ലാതെ നമുക്ക് വയർലെസ് മോഡ്സ് ആയ വൈഫൈ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് വെച്ചുകൊണ്ടും നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാറുണ്ട് അല്ലെ. ഉദാഹരണത്തിന് നിങ്ങൾ ചിന്തിച്ച് നോക്കി നോക്കൂ, നിങ്ങളുടെ ഫോണിൽ നിന്നൊക്കെ നമ്മൾ ഫോണിന്റെ കേബിൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഫോണിൽ നിന്ന് നെറ്റ് എടുത്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കയറ്റി നമ്മൾ മെയിൽ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും നമ്മൾ അത് യൂസ് ചെയ്യുന്നു അല്ലെ. അങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ വയർലെസ് മോഡ്സ് ആയ വൈഫൈ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നു. The network adapter transmits data into network and receive data from the network. This is a device that enables a computer to talk with other computer or network. These are devices connected in network nodes to communicate with each other and to access the network. Using unique hardware address encoded on the card chip. The data link protocol employs these addresses to discover other system or the network so that it can transfer the data to the right destination. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന്, ചിലപ്പോൾ അടുത്തുള്ള കമ്പ്യൂട്ടർ ആവാം, അല്ലെങ്കിൽ കുറച്ച് ഫാർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആവാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ തന്നെ പല സെക്ഷനിലുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കാം, അവിടേക്കൊക്കെ അയക്കുന്നതിന് നമുക്കൊരു ഹാർഡ്വെയർ അഡ്രസ് എൻകോഡഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ അഡ്രസ്സ് അല്ലെങ്കിൽ കാർഡ് ചിപ്പിലുള്ള ഈ ഫെസിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്ക് എത്ര കമ്പ്യൂട്ടറിലേക്ക് വേണമെങ്കിൽ, എത്ര ദൂരേക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ എത്ര അടുത്തേക്ക് വേണമെങ്കിലും നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാവുന്നതാണ്.
There are two types of network card, wired and wireless. The wired NIC used cables and connectors as a medium to transfer data. Wired network interface card എങ്ങനെയാണ് കേബിൾസ് അല്ലെങ്കിൽ കണക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. Whereas the wireless card is connected by using antenna that employ radio wave technology. ഇപ്പം നമ്മൾ പണ്ടത്തെ രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആന്റിനാസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഡാറ്റാസ് ഒക്കെ പാസ് ചെയ്യുന്നത്. All modern laptop computers incorporate wireless NIC in addition to the wire adapter. ഈ NICസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അടുത്ത ഹബ്ബ് സ്വിച്ച് റൂട്ടർ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു യൂട്യൂബ് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അതിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് പിക്ചറൈസ് ചെയ്ത് അതിൽ ഒന്നും കൂടെ മനസ്സിലാവും. നമുക്കിപ്പോൾ ഈ തിയറിയിൽ പറയാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ട്. അത് പിക്ചർ കാണിച്ചിട്ട് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് മനസ്സിലാവും. നിങ്ങൾക്ക് അത് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെയും കൂടി ഒരു യൂട്യൂബ് ലിങ്ക് അയച്ചു തരാം. അടുത്ത നെറ്റ്വർക്കാണ് ഹബ്ബ് എന്ന് പറയുന്നത്. അതായത് it is a device that split a network connection into multiple computer. It is like to a distribution center. Computer connect a hub via a length of twisted pair cabling. In addition to port for connecting computers, even an expensive hub, generally a port designed as a uplink port that enable the hub to connect to another hub to create larger network. When a computer requests information from a network or specific computer, it sends the request to hub through a cable. The hub will receive the request and transmit it to the entire network. Each computer in the network should then figure out whether the broadcast data is for them or not. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഇൻഫർമേഷൻസ് ലാർജ് നെറ്റ്വർക്കിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അഡാപ്റ്ററാണ് ഹബ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഒരു ട്വിസ്റ്റഡ് പെയർ കേബിളിംഗ്, ഒരുപാട് കേബിളുകൾ അതിൽ കണക്ട് ചെയ്തിട്ട് അതൊരു ബോക്സ് പോലെ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് അഡാപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അതിൽ ഇൻസേർട്ട് ചെയ്ത് അത് എവിടേക്കാണോ പാസ് ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഹബ്ബ് കുറച്ച് ഒബ്സൊലേറ്റ് ആയിട്ടുള്ള, അതായത് കുറച്ചൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ്. അതിൻ്റെ കുറച്ചും കൂടെ ചീപ്പസ്റ്റ് ആണ്. എന്നാൽ അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രണ്ട് ഡിവൈസസ് ആണ് സ്വിച്ചസും റൂട്ടേഴ്സും. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ഹബിനേക്ക് കുറച്ചുകൂടെ ലേറ്റസ്റ്റ് വേർഷനാണ് സ്വിച്ചും റൂട്ടറും. അപ്പൊ സ്വിച്ച് ഇതും നെറ്റ്വർക്ക് switch or bridge is a specialized device that connect multiple network segment. It is a small hardware device that join multiple computer together with a one local area network LAN. Switch is like a hub but built in with advanced features. അപ്പോൾ ഹബിനേക്കാൾ കുറച്ചുകൂടെ സ്വിച്ച് ഹബിനെ പോലെ തന്നെയാണ്, എന്നാൽ ഹബിനേക്കാൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ള ഫെസിലിറ്റീസ് ഈ സ്വിച്ചിലുണ്ട്. It use physical devices address in each incoming message so that it can deliver the message to right destination or port. Like hub, switch don't broadcast the received message to the entire network. Rather, before sending it, check to which system or port should be message be sent. In other words, switch connect the source and destination directly, which increase the speed of network. എവിടേക്കാണോ അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് വ്യക്തമായി മനസ്സിലാക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സ്പീഡിൽ തന്നെ നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. സ്വിച്ച് ഇൻസ്പെക്ട് ഡാറ്റ പാക്കറ്റ് ഏസ് ദേ ആർ റിസീവ്ഡ്, ഡിറ്റർമിൻ ദ സോഴ്സ് ആൻഡ് ദ ഡെസ്റ്റിനേഷൻ ഡിവൈസ് ഓഫ് ദാറ്റ് പാക്കറ്റ് ആൻഡ് ഫോർവേഡ് ഇറ്റ് അപ്രോപ്രിയറ്റ്ലി. നമ്മൾ സ്വിച്ചസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടുന്ന് അത് അവൈലബിൾ ആകുന്നു, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി ഏത് ഡെസ്റ്റിനേഷനിലാണ് നമ്മളത് എത്തിക്കേണ്ടത് അത്രയും ഫാസ്റ്റ് ആയിട്ട് അത് ഫോർവേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. So switch receive data for a file
If it is addressed to one computer, it only be sent there. The other computers on the network wouldn't know about it. Both switch and hub have common features: multiple RJ45 ports, power supply and connection light. ഇനി നമുക്ക് റൂട്ടേഴ്സ് എന്താന്നുള്ളത്. റൂട്ടേഴ്സ് ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ഒരു ഭാഗമാണ് ഹബും സ്വിച്ചും റൂട്ടറും. അതിലെ റൂട്ടർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടിപ്പിക്കലി സ്മോൾ ബോക്സ് ലൈക്ക് പീസസ് ഓഫ് എക്യുപ്മെന്റ് ദാറ്റ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടർ ക്യാൻ കണക്ട് ടു. റൂട്ടർ ഹാവ് നമ്പർ ഓഫ് പോർട്സ് ഓൺ ദ ഫ്രണ്ട് ആൻഡ് ബാക്ക് ദാറ്റ് പ്രൊവൈഡ് ദ കണക്ഷൻ പോയിന്റ് ഫോർ ദീസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കണക്ഷൻ ഫോർ ഇലക്ട്രിക് പവർ ആൻഡ് ദ നമ്പർ ഓഫ് LED ലൈറ്റ്സ് ടു ഡിസ്പ്ലേ ഡിവൈസസ്. നമ്മൾ ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഒരുപാട് കണക്ഷൻ പോയിന്റ്സ് ഉണ്ട്. അതിൽ നമ്മൾ LED ലൈറ്റുകൾ ഉണ്ടായിരിക്കും. അത് നമുക്ക് കുറച്ചും കൂടി അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ആ ഡിവൈസസിലേക്ക് കണക്ട് ചെയ്യുന്നതിനും ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ എത്തിക്കുന്നതിനും സഹായിക്കും. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ഭാഗങ്ങൾ കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്. നിങ്ങളത് ഇതും അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന്, അതായത് NICയും അതുപോലെ തന്നെ ഹബും സ്വിച്ചും റൂട്ടറും ഞാനൊരു ലിങ്ക് അയക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ അതിന്റെ ഫങ്ഷനിങ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ മൂവിങ് ആയിട്ട് അല്ലാത്തത് കൊണ്ട് മൂവിങ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സഹായിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, സി യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.